നമസ്തേ. ശിഷ്യത്വം നേരിട്ട മറ്റൊരു പ്രതിസന്ധിയെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിലുണ്ട്. പൗലൂസിന്റെയും ബർന്നബാസിന്റെയും വഴിയാത്രയിലാണ് അത്തരമൊരു സന്ദർഭമുണ്ടാവുക. ഗർഭം മുതൽ കാലിന് സ്വാധീനമില്ലാതിരുന്ന ഒരുവനെ എണീറ്റ് നടത്തുന്നു. കണ്ടുനിന്ന ജനക്കൂട്ടം അത്ഭുതപരവശരായി. ശിഷ്യന്മാരെ ദൈവങ്ങളെന്ന് ചൊല്ലി അവർക്ക് മുൻപാകെ യാഗം കഴിക്കാൻ ഒരുങ്ങുന്നു. ശിഷ്യന്മാർ നിലവിളിച്ചു പറയുന്നു, പുരുഷന്മാരെ, നിങ്ങളീ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. വലിയ പ്രയാസത്തോടെയാണ് അവർ ജനത്തെ തടുത്തു നിർത്തിയത്. ശരിക്കും പച്ച മനുഷ്യനായി നിലനിൽക്കുക എന്നത് ഒട്ടും നിസ്സാരമായ ക്രിയയല്ല സഖാവേ. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാൻ മനുഷ്യർ മത്സരിക്കുന്ന കാലമാണിത്. ചിലർക്ക് ഇത്തിരി കൂടുതൽ പണം മതി അവർ മനുഷ്യരല്ലാതാകാൻ. മറ്റു ചിലർക്ക് ചില സ്ഥാനമാനങ്ങൾ മതിയാവും. ചിലർക്കാകട്ടെ 2 ബിരുദങ്ങൾ മതിയാവും. വേറെ ചിലർക്കോ അല്പം മുഖസ്തുതി കേട്ടാൽ ഓക്കെയാണ്. പിന്നെ തങ്ങളെപ്പോഴും പൂജിക്കപ്പെടേണ്ടവരാണെന്ന ധാരണയിലാണ് ഗമനാഗമനങ്ങൾ അത്രയും. ഓർത്തു നോക്കിയാൽ എന്റെ പൊന്നോ, എന്തൊരു മുടിഞ്ഞ ജാടയാണല്ലേ. നീ എന്നെക്കുറിച്ച് പറയാറുള്ളതും ചേർത്താണ് കേട്ടോ സഖേ ഈ ആത്മകഥ. സത്യമായും സാധാരണത്വം പുലർത്തുകയെന്നാൽ ആഴമേറിയ ചില നിലപാടുകളുടെ പരിണതിയാണ്. വെറുതെ ഇങ്ങനെ സാധാ മനുഷ്യനായി തീരുന്നതിന്റെ പാഠമത്രയും നസറേത്തിലെ യേശുവിന്റെ നടപടികളിലുണ്ട്. പല കാലങ്ങളിൽ പലർ അതിനെ ചരിത്രത്തിൽ പകർത്തി എഴുതിയിട്ടുമുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഓർഡിനറി ആവുന്നതിന്റെ കല പഠിപ്പിക്കുന്ന കോഴ്സ് സെമിനാരികളിലോ സെക്യുലർ കോളേജുകളിലോ തുടങ്ങിയതായി കേട്ടിട്ടേയില്ല. ഉണ്ടെങ്കിൽ പറയണേ. ഇപ്പോഴുള്ള എന്റെ ഈ ഒടുക്കത്തെ വിനയമൊന്ന് മാറ്റിയെടുക്കാനാണ്. ആദരവോടെ സഖേർ.